കർത്താവ് തന്നോട് അരുളിച്ചെയ്തത് നിവൃത്തിയാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. തന്റെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു തീരുമാനത്തിന് ശേഷം സ്വന്തം ചാർച്ചക്കാരിയെ കാണാനെത്തിയ മറിയയെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു എലിസബത്തിന്റെ മനസ്സ് നിറഞ്ഞ അനുഗ്രഹത്തിന്റെ വാക്കുകൾ. കർത്താവിന്റെ അരുളപ്പാട് നിവർത്തിയാകും എന്ന് വിശ്വസിച്ചത് വലിയ ഭാഗ്യമാണെന്ന് എലിസബത്ത് പറയുന്നു. അപ്പോൾ മറിയയുടെ മറുപടി ഇപ്രകാരം: എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. രക്ഷിതാവായ ദൈവത്തിൽ എന്റെ ആത്മാവ് ഉല്ലസിക്കുന്നു. വായ തുറന്ന് ദൈവത്തെ സ്തുതിക്കുക. സ്തുതിയും ആരാധനയും നമ്മുടെ അവസ്ഥയെ അത്ഭുതമാം വിധം മാറ്റിമറിക്കും. ആത്മീക വർധന വരുത്തുന്ന വാക്കുകള്, മഹത്വപ്പെടുത്തുന്ന ഗാനങ്ങള്, മതിമറന്ന് ദൈവിക സാന്നിധ്യവും കൃപയും അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ എന്ന വന്ദന സ്വരത്തോടെ ആരംഭിച്ച ഈ സംഭവ പരമ്പര വായിക്കുന്തോറും നമ്മുടെ ഹൃദയവും ആനന്ദത്താൽ നിറയുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ദൈവമക്കളായ നാം സാഹചര്യങ്ങളെ നോക്കി ഭയത്തോടെ ദൈവിക വാഗ്ദാനങ്ങൾ വിശ്വസിക്കാതെയാണോ ജീവിക്കുന്നത്? ഓർക്കുക, കർത്താവ് അരുളി ചെയ്തത് നിവൃത്തിയാകും എന്ന് വിശ്വസിക്കുന്നതാണ് ജീവിതത്തിന്റെ ഭാഗ്യം. റോമർ 8:28 ഇപ്രകാരം പറയുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. മറിയയെപ്പോലെ അഭിനന്ദനത്തെ തുതിയാക്കി മാറ്റുവാൻ നാം ശ്രദ്ധിക്കുക. ദാസിയുടെ താഴ്ചയിൽ കടാക്ഷിച്ച ദൈവം അവളുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. വിശ്വാസത്തെപ്പറ്റിപ്പോലും അഹങ്കാരത്തോടെ സംസാരിക്കുന്നത് ഇന്നത്തെ കാലത്ത് സാധാരണമായിരിക്കുന്നു. മഹത്വം ദൈവത്തിനെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം പലപ്പോഴും അതിൽ നിന്ന് വളരെ ദൂരെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. താൻ കൃപ ലഭിച്ചവളാണെന്ന് മറിയ എപ്പോഴും ഓർക്കുന്നു. മശിഹായുടെ വരവ് അവളും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതിന് തന്നെ തെരഞ്ഞെടുത്തത് കൃപയല്ലാതെ മറ്റൊന്നും അല്ല എന്ന് അവൾ പൂർണ്ണമായും വിശ്വസിച്ചു. ഈ താഴ്മ നമുക്ക് മാതൃകയാവട്ടെ. ഈ സമർപ്പണം നമ്മുടെ ആഗ്രഹവും അനുസരണവുമാകട്ടെ. കർത്താവിൽ ഉല്ലസിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവ് പറഞ്ഞതെല്ലാം വിശ്വസിക്കുവാൻ ദൈവം നമുക്ക് ശക്തി നൽകട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.